നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബഹ്റൈനിലുള്ള ചില കാഴ്ചകളൊക്കെയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് അംവാജി ഐലൻഡിൽ മറാസി ഗാലറിയ. ഇതൊരു പുതിയ മാളാണ്. 2024 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അതായത് ഈ വർഷം. ഒരു ദ്വീപാണ് ഈ അംവാജി ഐലൻഡ് എന്ന് പറയുന്നത്. അതൊരു കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ദ്വീപാണ്. ചെറിയ ചെറിയ ഈ വെള്ളം കുറഞ്ഞ കടലിൽ വെള്ളം കുറഞ്ഞ സ്ഥലവും ചില സ്ഥലങ്ങളിൽ കരയായിട്ടൊക്കെ കിടന്ന ഒരു ഭാഗമായിരുന്നു. എനിക്ക് തോന്നുന്നത് 2000-ന് ശേഷമാണ് ഈ അംവാജി ഐലൻഡ് അവിടെ രൂപീകരിക്കുന്നത്. അത് മണ്ണ് ഇറക്കി കരയാക്കിയെടുത്തു. ഇപ്പോൾ അത് ഒരു ടൗൺഷിപ്പായിട്ട് മാറിയിരിക്കുകയാണ്. പല ഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റും. അതിൽ ഒന്ന് ഒരു ചൈനീസ് മാർക്കറ്റ്, അതായത് ഡ്രാഗൺ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ഭാഗത്തായിട്ട്. മറ്റൊരു ഭാഗത്ത് 5 സ്റ്റാർ ഹോട്ടലുകളും ഷോപ്പിംഗ് മാളുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള റെസിഡൻഷ്യൽ ഏരിയ, ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉള്ള ഒരു വലിയ ഏരിയ തന്നെയാണ് ഈ അംവാജി ഐലൻഡ്. അതിലുള്ള ഒരു സ്ഥലമാണ് മറാസി ഗാലറിയ. ഈ മറാസി ഗാലറിയൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളും ഫുഡ് വേണ്ടി വരുന്ന ആളുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇവിടെ ഒരു അക്വേറിയം കൂടിയുണ്ട്. ഈ കടലിൻ്റെ അടിയിലൂടെ വെള്ളത്തിൽ നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഇടയിലൂടെ നമുക്ക് കടലിലെ ഈ കാഴ്ചകളൊക്കെ കാണാവുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിന് ഒരു എൻട്രി ഫീ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് 5 BD ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പം മിക്കവാറും ഹോളിഡേകളിലും അതുപോലെ വീക്കെൻഡുകളിൽ ഇവിടെ പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അത് വിദേശികളും സ്വദേശികളുമായ ആളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി സഹിതമാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവരെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാം. മിക്കവാറും എൻ്റെ ഈ വീഡിയോയിൽ അവർ മുമ്പിൽ നടക്കുമ്പോൾ അവരെ കൂടെ കാണാം. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഈ വരുന്നത് എൻ്റെ ഫാമിലിയാണ്. അപ്പം ഇവരെ മുന്നിലും പിന്നിലൊക്കെ ആയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 3 നില ബിൽഡിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ 2ാം നിലയിലാണ് ഈ പറയുന്ന 2ാം നിലയല്ല 1ാം നിലയാണെന്നാണ് എൻ്റെ സംശയം. കാർ പാർക്കിംഗ് ഗ്രൗണ്ട് ഫ്ലോറിൽ, പിന്നീട് ഫസ്റ്റ് ഫ്ലോർ, 2nd ഫ്ലോർ, 3rd ഫ്ലോർ, അങ്ങനെ 3 ഫ്ലോറായിട്ടാണ് ഇതിൻ്റെ ഈ വിശാലമായ വലിയ ഒരു മാള് തന്നെ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് കൺഫ്യൂഷനായി പോകും. അവിടെ വന്ന വഴി നമുക്ക് തിരിച്ച് അറിയാൻ പറ്റാത്ത വിധത്തിലാണ്. ഞങ്ങൾ കുറച്ച് കൺഫ്യൂഷനായി. പിന്നീട് അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയത്. അത്രത്തോളം നമ്മൾ കൺഫ്യൂഷനാകുന്ന ഒരു ബിൽഡിങ്ങാണ്. പല ഭാഗത്തേക്ക് ഇങ്ങനെ കിടക്കുന്ന ഈ അടുത്ത കാലത്ത് വന്ന ബിൽഡിങ്ങാണ്. 2024 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്കിവിടെ കാണാൻ. ഞങ്ങൾ പോയിരിക്കുന്നത് ഒരു ഹോളിഡേ ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നത് ബക്രീദിൻ്റെ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നല്ലോ, 3 ദിവസം. അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങളിവിടെ പോയത്. ഇവിടെ ഒരുപാട് ഷോപ്പിംഗൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അധികവും നമുക്ക് കാണാൻ പറ്റിയത് അറബികളാണ് അധികവും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വിദേശീയ ആൾക്കാരും കാണാം. ഞാൻ ഇതൊക്കെ നോക്കി, അത്യാവശ്യം സാധനങ്ങളൊക്കെ നോക്കി. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, നമുക്ക് വാങ്ങിക്കാൻ പറ്റാവുന്ന അത്രയും വാങ്ങിക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റാവുന്ന വിധത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ. പിന്നെ ബ്രാൻഡഡ് സാധനങ്ങൾ ഓഫ് കോഴ്സ് അതിന്
അതിൻ്റേതായ വില കാണുമല്ലോ. ഏതായാലും ഇതൊരു നല്ല കാഴ്ച തന്നെയായിരുന്നു. ഇത്തരം കാഴ്ചകളുമായിട്ട് ബഹ്റൈനിലെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. കിട്ടുന്ന അവസരങ്ങളിൽ ജോലി കഴിഞ്ഞതിന് ശേഷമൊക്കെയാണല്ലോ നമുക്ക് ഇത്തരം ട്രാവലുകളൊക്കെ നടത്താനും കാഴ്ചകളൊക്കെ ചിത്രീകരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ബഹ്റൈനിൽ, പല സ്ഥലങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളാക്കിയിട്ട് അതുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയ സമയത്ത് വയനാടും അതുപോലെ തന്നെ എൻ്റെ നേറ്റീവ് പ്ലേസിൽ വെച്ച് ചില വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശേഖരത്തിൽ കാണാം. അതുകൂടെ കാണാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഫുഡ് ഷോപ്പുകളുണ്ട്. ഇഷ്ടംമാതിരി നമുക്ക് ഫുഡ് ഷോപ്പുകൾ കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഫുഡ് ഷോപ്പുകൾ ഉള്ളത്. അത് ബാൽക്കണിയിലായിട്ട് അവിടെയും കാണാൻ പറ്റും. എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് ഗാലറിയ മോൾ. ഞങ്ങളെന്തായാലും നല്ല തിരക്കായിരുന്നു ഈ പോയ ദിവസങ്ങളിലൊക്കെ. ഈ 3 ദിവസം എന്ന് വെച്ചാൽ വീക്കെൻഡ് ഹോളിഡേയ്സ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ അക്വേറിയത്തിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഭയങ്കര തള്ളിക്കയറ്റം. അപ്പോൾ ഈ ആളുകൾ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് കാണാനുള്ളൊരു അസൗകര്യക്കുറവ് കണക്കായിക്കൊണ്ട്, പിന്നെ നമ്മളിവിടെ തന്നെ ഉള്ളതാണ്, നമുക്ക് ഇനി വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നൊരു ദിവസത്തേക്ക് വന്ന് അക്വേറിയത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ പരിപാടി അക്വേറിയത്തിൻ്റെ ഇത് പിന്നീടത്തേക്ക് മാറ്റിയേക്കും. ഏതായാലും ആ ഒരു ഉള്ളിലത്തെ അക്വേറിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളുമായിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പോയി അതിന് ശേഷം ഞാനത് വീഡിയോ ഇടുന്നതായിരിക്കും. ഇതാണ് പുറത്തുള്ള ആ കാഴ്ച. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നമുക്ക് ബാൽക്കണിയിൽ ഫുഡിൻ്റെ ഏരിയ ആണ്. ഉള്ളിലുണ്ട്. പുറത്ത് വന്ന് കഴിക്കേണ്ട ആൾക്കാർക്ക് പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇത് പുറത്തേക്കുള്ള മറാസി ഗാലറിയ എന്നുള്ള ബോർഡ് കാണാം. ഇതിൻ്റെ അടിയിലാണ് പാർക്കിങ്. ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ മുഴുവൻ പാർക്കിംഗ് ആണ്. പിന്നെ മേലോട്ടുള്ള 2 ഫ്ലോറിൽ കാഴ്ചകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് അനുഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സമയം പോകുന്നത് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു 2-3 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പല സുഹൃത്തുക്കളെയും ഇവിടെ വെച്ച് കാണാൻ പറ്റി. അവരൊക്കെ ഈ ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ഏതായാലും കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഗാലറിയ മോളിൽ ഒരു നല്ല അനുഭവം തന്നെയാണ്. അവിടുത്തെ അക്വേറിയം പോയി വിസിറ്റ് ചെയ്യാൻ 5 BD ടിക്കറ്റ് ഒരാൾക്ക്. അപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയി പോകുമ്പോൾ ഒരു 20 BD കണക്കാക്കുക. പരിപാടികളൊക്കെ കാണാവുന്നതാണ്. ഞങ്ങൾ എന്തായാലും ഒരുപാട് വൈകിയാണ്. ഞങ്ങൾ വൈകിട്ട് ഒരു 7 മണിക്കാണ് അവിടെ എത്തുന്നത്. ഒരു 9-9:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇത് തിരിച്ചു പോകുന്നത്. അത്രയും കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഫുഡായാലും ശരി, ഒരുപാട് വെറൈറ്റി ഫുഡ്, അതായത് കോണ്ടിനെൻ്റൽ, അതുപോലെ തന്നെ അറബിക്, ഇന്ത്യൻ ഫുഡ്, അങ്ങനെ വിവിധങ്ങളായ ഫുഡ് നമുക്കവിടെ അവൈലബിളാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഗാലറിയ മാൾ എന്ന് പറയുന്ന അംവാജി ഐലൻഡ്, മൊഹറക്കിന്ന് എയർപോർട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലെഫ്റ്റിലോട്ട് റോഡ് പോകുന്നുണ്ട്. അതാണ് അംവാജി ഐലൻഡ്. നമ്മൾ സൗദി ബ്രിഡ്ജിൽ നിന്ന് വരികയാണെങ്കിൽ സൗദി ഹിദ് എത്തി അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അംവാജി ഐലൻഡ്. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, താങ്ക് യു.